ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് വീണ്ടും ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ. ഒരു റമളാനിലെ വേറൊരു ഡേ ആണ്. ഇതെനിക്ക് തോന്നുന്നു എൻ്റെ സെക്കൻഡ് നോമ്പാണ്. അങ്ങനെ രാവിലെ എണീറ്റു. ഞാൻ ഇപ്രാവശ്യം എണീക്കുമ്പോൾ കുറച്ച് ലേറ്റായിട്ടാണ് എണീച്ചത്. ഒരു 4:45 4:50 ആയിട്ടുണ്ടായിരുന്നു. കാരണം കഴിഞ്ഞ ദിവസം 4:30 എണീച്ചിട്ട് കുറേ ടൈം ബാക്കിയുള്ളതുപോലെ തോന്നിയിരുന്നു ബാങ്ക് കൊടുക്കാൻ വേണ്ടി. അപ്പോൾ പിന്നെ വെച്ചു അത്രയും ടൈം അങ്ങനെ ഇരിക്കുമ്പോൾ ഉറക്കം വരുമല്ലോ. അപ്പോൾ പിന്നെ കറക്റ്റ് ഏകദേശം ബാങ്ക് കൊടുക്കുന്ന നേരത്താകുമ്പോഴേക്കും ഫുഡ് കഴിച്ച് കഴിഞ്ഞ് വേഗം നിസ്കാരം കഴിഞ്ഞ് പിന്നെ ഒന്ന് ജസ്റ്റ് കിടക്കാമല്ലോ എന്ന്. പിന്നെ കിടക്കാനൊന്നും കഴിയില്ല കേട്ടോ, അത് വേറെ കാര്യം. കാരണം ഇസാൻക്കിപ്പം ഒരു 8 ഒക്കെ ആകുമ്പോൾ അവൻ്റെ ഓട്ടോ വരും. അപ്പോൾ പിന്നെ അപ്പോഴേക്കും അതിൻ്റെ ഇടയ്ക്ക് എണീറ്റ് ഓനെ ഫ്രഷാക്കി ഓനക്ക് ഫുഡ് കൊടുത്തൊക്കെ ഇതാവണ്ടേ. അപ്പോൾ അതുമല്ല അത്താഴം കഴിഞ്ഞിട്ട് ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എണീക്കാൻ ഭയങ്കര മടിയായിരിക്കും. പിന്നെ ചിലപ്പോൾ അലാറം വെച്ചാൽ കൂടി അറിയലുണ്ടാവില്ല. അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? എനിക്ക് ഭയങ്കര മടിയാട്ടോ അത്താഴം കഴിഞ്ഞ് ഉറങ്ങിക്കഴിഞ്ഞിട്ട് പിന്നെ അങ്ങോട്ട് എണീക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ വിചാരിച്ചു കുറച്ച് നേരം മടി ഒരു 10 മിനിറ്റെങ്കിലും എക്സ്ട്രാ ഉറങ്ങാമല്ലോ. പിന്നെ ചിലപ്പോൾ അത്താഴം വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഉറങ്ങലുണ്ടാവില്ല. അപ്പോൾ ഇന്നത്തെ ദിവസം ഞാൻ അത്താഴം വെച്ചിട്ട് ഉറങ്ങിയിട്ടും ഇല്ല കേട്ടോ. ഞാനങ്ങനെ ഫോണിൽ കളിച്ചിട്ടും പിന്നെ ക്ലീൻ ചെയ്തിട്ടും എൻ്റെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഞാൻ വേഗം കഴിച്ചു. അതാകുമ്പോൾ പിന്നെ പണിയില്ലല്ലോ. പിന്നെ കുറച്ച് നല്ലപോലെ റെസ്റ്റ് എടുക്കാൻ വേണമെങ്കിൽ കിടന്ന് ഉറങ്ങണമെങ്കിൽ അങ്ങനെയും ചെയ്യാമല്ലോ. പിന്നെ പകലുറങ്ങുന്ന കാര്യം ചടപ്പന്നാണ് കേട്ടോ. കാരണം പകൽ ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഉറങ്ങി എണീറ്റ് കഴിഞ്ഞാൽ ഭയങ്കര വിശപ്പും ഭയങ്കര ദാഹമായിരിക്കും. അപ്പോൾ പിന്നെ നോമ്പിന് പകൽ ഉറങ്ങിയാനുള്ള കാര്യം പിന്നെ പറയണ്ടല്ലോ. പിന്നെ പണിയൊക്കെ എടുക്കാൻ ഭയങ്കര മടിയായിരിക്കും. അപ്പോൾ എന്തായാലും ഞാൻ ചിക്കന് പൊരിക്കാൻ വേണ്ടിയിട്ട് വെക്കാൻ വിചാരിച്ചു. ചിക്കനല്ല കേട്ടോ, സോയാബീൻ പൊരിക്കാൻ വേണ്ടി വെക്കുന്നുണ്ട്. കറി അപ്പുറത്ത് ചൂടാക്കാനും വെച്ചിട്ടുണ്ട്. ഈ അത്താഴത്തിന് എണീച്ച് കഴിഞ്ഞാൽ മിക്ക ആൾക്കാരും പറയണേ കേൾക്കുക, ഫുഡ് കഴിക്കാൻ കഴിയൂല, ആ ഒരു സമയത്ത് ഉറങ്ങി എണീറ്റിട്ട് ഫുഡ് കഴിക്കാൻ കഴിയൂല എന്നൊക്കെ ഇങ്ങനെ പറയുന്നത് കേൾക്കട്ടോ. പക്ഷേ എനിക്ക് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല കേട്ടോ. എനിക്കിപ്പോൾ ഈ അത്താഴത്തിൻ്റെ സമയത്തും ഉപ്പേരിയും നമ്മൾ നോർമൽ ഉച്ചക്കുള്ള പോലെ തന്നെ ഉപ്പേരി പൊരിച്ചത് ചോറ് കറി ഒക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര സന്തോഷമാണ്. പക്ഷെ ഇതിപ്പം എനിക്ക് മടി ആയതുകൊണ്ട് മാത്രമാണ് കേട്ടോ ഞാൻ ഉപ്പേരി ഉണ്ടാക്കാത്തത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നോമ്പ് തുടങ്ങണതിൻ്റെ അന്ന് തന്നെ ചീരയൊക്കെ കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു എനിക്ക് ചീര വേണമെന്ന് പറഞ്ഞിട്ട് ചീര കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ചീരക്കുള്ള തേങ്ങ ചിരണ്ടാൻ വേണ്ടി മടിയായിട്ട് ആ ചീര ഞാൻ അരിഞ്ഞ് സെറ്റാക്കിയിട്ട് ഒരു ബോക്സിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ തന്നെ വെച്ചിട്ടുണ്ട്. ഇനി നാളെ തേങ്ങ ചിരണ്ടിയിട്ട് പിന്നെ ചീര ഉണ്ടാക്കണം. എനിക്കിങ്ങനെ ഈ കുറച്ച് ചോറും കുറച്ച് ഉപ്പേരി പൊരിച്ചത് അങ്ങനെയൊക്കെ കഴിക്കാനാണ് കേട്ടോ ഇഷ്ടം. അതിപ്പം നോമ്പായാലൊന്നും എനിക്കങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല. അത്താഴത്തിനായാലും ഞാനങ്ങനെ ഫുഡൊക്കെ കഴിക്കും. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. സോയാബീനും ചോറും പിന്നെ ചിക്കൻ കറിയും ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ കിച്ചൺ ക്ലോസ് ചെയ്തിട്ട് പിന്നെ നേരെ റൂമിൽ പോയി നിസ്കാരം ഓത്തും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം ഫോണിൽ കളിച്ച് അങ്ങനെയൊക്കെ പിന്നെ അവിടെ ഒരാൾ ഉറക്കം തൂങ്ങിയിരിക്കുന്നുണ്ട് കേട്ടോ. കാരണം ഇവർ രാത്രി നല്ലോണം ലേറ്റായിട്ടേനു കിടന്നുറങ്ങിയത്. അതുകൊണ്ടാണ് തോന്നുന്നു എനിക്ക് നല്ല മടിയുണ്ട്. രാവിലെ നല്ല കരച്ചിലൊക്കെ ആയിരുന്നു കേട്ടോ, പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല കരച്ചിലേനു. അങ്ങനെ ഞാൻ പിന്നെ എടുക്കുന്നത് ഒന്ന് പോയി കഴിഞ്ഞിട്ട് ഈവനിങ് ആണ് കേട്ടോ. ഈവനിങ് ഒരു 3 മണി ഒക്കെ ആയ സമയത്താണ് എടുക്കുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ പിസ്സ വന്നു കേട്ടോ. പിസ്സ ആണ് എൻ്റെ മൈൻഡിൽ വന്നത്. കുറച്ച് ദിവസമായിട്ട് വാങ്ങി വെച്ചിട്ടുള്ള ക്യാപ്സിക്കം ഉണ്ടായിരുന്നു. അത് ഏകദേശം വാടി ചെയ്യാനായിക്കണ്. അപ്പോൾ വിചാരിച്ചു എന്നാൽ പിന്നെ അതും ഒന്ന് ചിലവാവട്ടെ എന്ന് വിചാരിച്ചിട്ട് പിസ്സ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ കുറച്ച് ചൂടുവെള്ളത്തിൽ കുറച്ച് ഈസ്റ്റും പഞ്ചസാരയും കൂടി ഇട്ടിട്ട് അതൊന്ന് കുറച്ചൊരു 10 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കുന്നുണ്ട് കേട്ടോ. ശരിക്കും എൻ്റെ ഈ ഒരു പിസ്സ അത്ര പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടില്ല. പക്ഷെ കുഴപ്പമില്ലായിരുന്നു കേട്ടോ. മോശം പറയാനും പറ്റില്ല, പക്ഷെ എന്നാലും നല്ല പെർഫെക്റ്റ് ആയിട്ടൊന്നും കിട്ടിയിട്ടില്ലേനും. നമുക്ക് കഴിക്കാം. വേറെ റെസിപ്പീസ് നോക്കിയിട്ട് ചെയ്തിട്ട് ഞാൻ റെസിപ്പി ഇടാം കേട്ടോ. ഞാനിതിപ്പം വെള്ളം എടുത്തത് കുറച്ച് കൂടിപ്പോയി. പിന്നെയും പൊടി ഇട്ട് കുഴച്ചപ്പം അത് കുറച്ച് നല്ലപോലെ പൊന്തി വന്നിട്ടില്ല. അങ്ങനെ ഞാൻ ഫുഡ് പ്രോസസ്സറിലാണ് കേട്ടോ എന്താ പറയുക പൊടി കുഴച്ചെടുക്കുന്നത്. കൈ കൊണ്ട് കുഴച്ച് എടുക്കാൻ സത്യം പറഞ്ഞാൽ നല്ല മടിയുണ്ട്. നോമ്പായതുകൊണ്ടാണെന്നല്ല, ഭയങ്കര മടി. ഒരു ഭാഗത്ത് ഇങ്ങനെ കിടക്കാനൊക്കെ തോന്നുന്നു. പിന്നെ നമ്മൾ ഒറ്റക്കാകുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ചടപ്പ് പോലെയൊക്കെ ഇങ്ങനെ തോന്നാം. കാരണം ആരെങ്കിലുമൊക്കെ ഉള്ള സമയത്താണെങ്കിൽ ഇപ്പം അമ്മാനൊക്കെ ഉള്ള സമയത്താണെങ്കിൽ നമ്മളങ്ങനെ വർത്താനം പറഞ്ഞ് പണിയെടുക്കാനും ഒക്കെ ഒരു ഇൻട്രസ്റ്റ് ആയിരിക്കും കേട്ടോ. പക്ഷെ ഇതൊക്കെ ഒറ്റക്കായി കിച്ചണിൽ ഇങ്ങനെ ഒറ്റക്ക് നിൽക്കുമ്പം സത്യം പറഞ്ഞാൽ അപ്പം ചെറുതായിട്ടൊരു ചടപ്പൊക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ വേഗം ഫുഡ് പ്രോസസ്സറിൽ മിക്സ് ചെയ്തിട്ട് എടുക്കാമെന്ന് അങ്ങനെ പൊടി കുഴച്ചെടുക്കുന്നുണ്ട്.
ഞാനൊരു 1.5 കപ്പ് മൈദ എടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഏകദേശം 1 കപ്പ് വെള്ളം ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു 1 കപ്പ് വെള്ളം വേണ്ട, ഒരു 1/4 കപ്പോ അങ്ങനെ എന്തെങ്കിലും വെള്ളം മതി. ഒരു 1/2 കപ്പോ 1/4 കപ്പോ വെള്ളം മതിയേനു. പക്ഷെ എൻ്റെ വെള്ളം എടുത്ത് കൂടി ഇപ്പം ഞാൻ ഒഴിച്ചപ്പം നല്ലപോലെ ലൂസായിപ്പോയി. അപ്പോൾ ഞാൻ വീണ്ടും പൊടി ഇട്ട് കൊടുത്തിട്ട് അങ്ങനെ ഞാൻ ഈ റെസിപ്പി കൊളാക്കിയതാണ് കേട്ടോ. അങ്ങനെ പൊടിയൊക്കെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഞാൻ കയ്യിൽ കുറച്ച് ഓയിലാക്കിയിട്ടുണ്ട്. പിന്നെ അതുപോലെ ഈ ഒരു പാനിലും കുറച്ച് ഓയിലാക്കി കൊടുത്തിട്ട്, പാനിലല്ല ഈ ഒരു പാത്രത്തിലും കുറച്ച് ഓയിലാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഈ ഒരു പൊടീൻ്റെ മുകളിലും കുറച്ച് ഓയിൽ ജസ്റ്റ് ഒന്ന് ആക്കി കൊടുത്തതിന് ശേഷം ഈ നനഞ്ഞ എന്തെങ്കിലും ക്ലോത്ത് വെച്ചിട്ട് ഒന്ന് മൂടിയിട്ട് ഒരു 2 മണിക്കൂർ വെയിറ്റ് ചെയ്യണം. എന്നിട്ട് 2 മണിക്കൂർ വെയിറ്റ് ചെയ്യുക. അപ്പം ഞാൻ ഈ പണിയും കഴിച്ച് വെച്ച് ചിക്കനും മാരിനേറ്റ് ചെയ്തിട്ട് പിന്നെ മെല്ലെ കിച്ചണിൽ നിന്ന് വിട്ടുട്ടോ. കുറച്ച് കഴിഞ്ഞിട്ട് എനിക്ക് കയറിയാൽ മതിയല്ലോ, പിസ്സ അല്ലേ പെട്ടെന്ന് ഉണ്ടാക്കാലോ എന്നൊക്കെ വിചാരിച്ചിട്ട്. അങ്ങനെ പിന്നെ ഞാൻ ഈ ഒരു ഫുഡ് പ്രോസസ്സറിൽ തന്നെ പത്തിരിക്കുള്ള പൊടിയും കൂടി കൊഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഏതായാലും ഇനിയിപ്പോൾ അത് കഴുകണം. അപ്പോൾ പിന്നെ പൊടിയും കൂടി കൊഴിച്ച് വെച്ചാൽ പിന്നെ പൊടി എടുത്ത് കൊഴിക്കേണ്ട ആവശ്യമില്ലല്ലോ വിചാരിച്ചിട്ട് പൂരിക്കുള്ള പൊടിയും കൂടി ഞാൻ കുഴച്ച് വെച്ചിട്ടാണ് പിന്നെ കിച്ചൺ വിട്ടത്. പിന്നെ പിസ്സയിലേക്കുള്ള ചിക്കൻ ഞാൻ നല്ല ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മുളക് പൊടി, പിന്നെ ഗരം മസാല, തൈര്, വിനിഗർ, ഉപ്പ്, മഞ്ഞൾപ്പൊടി ഒന്നും ചേർത്ത് കൊടുക്കണ്ട കേട്ടോ, ഒരു നല്ലൊരു കളർ വരണ്ടേ. അപ്പോൾ പിന്നെ ഇത്രയും ഐറ്റംസ് ഇട്ടിട്ട് നല്ലപോലെ മാരിനേറ്റ് ചെയ്തിട്ട് അതും ഒന്ന് മാറ്റി വെക്കുന്നുണ്ട്. പിന്നെ അതാ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പൂരിക്കുള്ള പൊടിയും കൂടി കുഴച്ച് വെച്ചിട്ട് അതും അവിടെ മൂടി വെക്കുന്നുണ്ട് കേട്ടോ. ഇനി പിന്നെ കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്ത് ഒരു അസർ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് കിച്ചണിലേക്ക് കയറാമെന്ന് വിചാരിച്ചു. കാരണം ഇനിയിപ്പം വലിയ കാര്യമായിട്ടുള്ള പണിയില്ല, ജസ്റ്റ് ഒരു കറി ഉണ്ടാക്കാനും പിന്നെ ഈ പൂരി പൊരിക്കാനും അല്ലേ ഉള്ളൂ. പിന്നെ പിസ്സ ഉണ്ടാക്കാൻ ഇനിയിപ്പോൾ വലിയ ഇതൊന്നുമില്ലല്ലോ, ചിക്കൻ ഫ്രൈ ആക്കിയിട്ട് ജസ്റ്റ് അതൊന്ന് സെറ്റ് ചെയ്തിട്ട് ഓവനിലേക്ക് വെക്കാനാണ്. ഇനിയിപ്പം ഞാൻ നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ കിച്ചണിലേക്ക് വരുന്നത് കേട്ടോ. ഇതിൻ്റെ പുതിയ ചട്ടി കണ്ടാൽ തന്നെ പറയുമല്ലോ, നല്ല വൃത്തിയില്ലേ ഇതിൻ്റെ പുതിയ ചട്ടിയിലും. അപ്പോൾ ഞാനിതിലേക്ക് എന്താ പറയുക, ഒരു 3-4 ദിവസം കഞ്ഞിവെള്ളമൊക്കെ ഒഴിച്ച് തിളപ്പിച്ച് സെറ്റാക്കി എടുത്തിട്ടുള്ള ചട്ടിയേനു. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും കഴുകിയിട്ട് യൂസ് ചെയ്യാമെന്നാണ് കേട്ടോ. ഈ ഒരു സംഭവം എനിക്കറിയില്ലേനു. ഇന്നുമ്മ അങ്ങനെ ഉച്ചയ്ക്ക് വന്നപ്പോൾ അങ്ങനെ 3-4 ദിവസം കഴിഞ്ഞ് ഞാൻ എടുക്കലേ എന്ന് ചോദിച്ചപ്പോഴാണ് ഉമ്മ പറഞ്ഞത് അതിൽ കുറച്ച് എണ്ണ ചൂടാക്കിയിട്ട് അത് ജസ്റ്റ് ഒന്ന് പിന്നെ കഴുകിയിട്ട് പിന്നെ യൂസ് ചെയ്യാമെന്നുള്ളത്. അങ്ങനെ അതങ്ങനെ ചെയ്തതിന് ശേഷം പിന്നെ ഞാൻ ചിക്കൻ കറി ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടോ. എന്നും ഉണ്ടാക്കുന്ന പോലെയല്ല, വേറെ ഒരു സ്റ്റൈൽ ചിക്കൻ കറി ഉണ്ടാക്കാമെന്ന് വെച്ചാൽ നല്ല തിക്ക് ഗ്രേവി ആയിട്ട് ഈ ഒരു ദാബ സ്റ്റൈൽ ചിക്കൻ കറി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പോൾ ആ ഒരു സ്റ്റൈലിൽ ഉണ്ടാക്കാമെന്നാട്ടോ വിചാരിച്ചത്. അതാകുമ്പോൾ കുറച്ച് നല്ല, ഇവിടെ ആകുമ്പം കറി എങ്ങനെ ആയാലും ബാക്കിയാവട്ടെ, എത്ര കുറച്ച് കറി ഉണ്ടാക്കിയാലും കറി ബാക്കിയാവും. കാരണം ഈ അസീസാനൊന്നും അങ്ങനെ കറിയൊന്നും കൂട്ടില്ലല്ലോ. ഒരു ഇപ്പോൾ ചിക്കൻ ആണെങ്കിൽ ചിക്കൻ പീസ്, ബീഫാണെങ്കിൽ ബീഫ് പീസ് അങ്ങനെയൊക്കെ കൂട്ടുള്ളൂ. അപ്പോൾ പിന്നെ നമുക്ക് എത്ര കുറച്ചുണ്ടാക്കിയാലും കറി അവിടെ ബാക്കിയാവും. അപ്പോൾ പിന്നെ ഇന്ന് നല്ലൊരു തിക്കായിട്ടുള്ളൊരു ധാബ സ്റ്റൈൽ ചിക്കൻ കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ. എന്നിട്ട് ചട്ടിയിലേക്ക് ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ഒരു 2 വറ്റൽമുളക്, കുറച്ച് കുരുമുളക്, ഒരു 2-3 ഏലക്ക, 2-3 പൂവുണ്ടല്ലോ, ഗ്രാമ്പുവോ, ആ പൂവ്, പിന്നെ ഒരു പീസ് പട്ട, പിന്നെ ബേ ലീഫ് ഉണ്ടെങ്കിൽ ബേ ലീഫും പാടി ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് അതൊന്ന് എണ്ണയിൽ ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് ഒരു ഉള്ളി കട്ട് ചെയ്തതും പിന്നെ 2-3 പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതി കേട്ടോ. നല്ലോണം ഉള്ളി വാടി ഒരു ലൈറ്റ് ബ്രൗൺ കളറൊന്നും ആവേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് വാടിയാൽ തന്നെ അതിലേക്ക് ചിക്കന് ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് തക്കാളി നല്ല ചെറുതാക്കി കട്ട് ചെയ്യണം കേട്ടോ. നല്ല ചോപ്പർ ഉണ്ടെങ്കിൽ ചോപ്പറിൽ വെച്ചിട്ട് നല്ല ചെറുതാക്കി കട്ട് ചെയ്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ കത്തി തന്നെ വെച്ചിട്ട് നല്ലപോലെ ചെറുതാക്കി കട്ട് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഇതാ ജസ്റ്റ് ഒന്ന് ഉള്ളി വാടിയ പാടെ തന്നെ ചിക്കൻ്റെ പീസസ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് കുറച്ച് പൊടികൾ ഇട്ട് കൊടുക്കണം. തക്കാളി,
തക്കാളി അല്ല കേട്ടോ, തക്കാളി ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിൽ മെയിനായിട്ടുള്ളൊരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് മല്ലിയില കേട്ടോ. മല്ലിയില അത്യാവശ്യം നല്ലോണം ഇട്ട് കൊടുത്തോളി, നല്ലൊരു ഫ്ലേവർ വരും. പിന്നെ കറിവേപ്പിലൊന്നും ഇട്ട് കൊടുക്കണ്ട, മല്ലിയിലാണ് കേട്ടോ ഇലകളിൽ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്, കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് മുളക് പൊടി, പിന്നെ ഗരം മസാല, മഞ്ഞൾപ്പൊടി, ഇത്ര ഐറ്റംസ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഗരം മസാലയും അത്യാവശ്യം നല്ലോണം ഇട്ട് കൊടുക്കണം. ആ ഒരു ഗരം മസാലേൻ്റെയും മല്ലീൻ്റെയും ഒരു ഫ്ലേവറാണ്, മല്ലിയിലേൻ്റെ ഒരു ഫ്ലേവറാട്ടോ ഇതിൽ മെയിനായിട്ട് വരുന്നത്. അങ്ങനെ ഇത്രയും ഐറ്റംസ് ഇട്ടതിന് ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ആ പൊടികൾ ആ ഒരു റോസ് സ്മെല്ലൊക്കെ മാറുന്നത് വരെ നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കണം. പിന്നെ ഞാൻ ചട്ടി ഫസ്റ്റ് ടൈം യൂസ് ചെയ്യുന്നതുകൊണ്ട് കുറച്ചുകൂടി ഞാൻ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം അഥവാ എങ്ങാനും അടി പിടിച്ചാലോ, ആദ്യമായിട്ട് യൂസ് ചെയ്യല്ലേ, പറയാൻ പറ്റില്ല, വെറുതെ നോമ്പായിട്ട് പണിയിട്ടുണ്ടല്ലോ. അല്ലെങ്കിലേ വേഗം പണി കഴിച്ച് കിച്ചണിൽ കഴിച്ചില്ലാവണമെന്ന് വിചാരിച്ചിട്ടാണ് കിച്ചണിലേക്ക് കയറുന്നത് തന്നെ. അപ്പോൾ പിന്നെ അതിൻ്റെ ഇടയിൽ അടി പിടിച്ച് ഡബിൾ പണി എടുക്കണ്ടല്ലോ. ഞാൻ കുറച്ചുകൂടി ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ കുറച്ചധികം മല്ലിയില ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് നല്ല ലോ ഫ്ലെയിമിൽ അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്യുക കേട്ടോ. കുറച്ച് നേരം ഒരു ഹൈ ഫ്ലെയിമിലും കുറച്ച് നേരം ലോ ഫ്ലെയിമിലും ആക്കിയിട്ട് അങ്ങനെ മാറ്റി മാറ്റി വെച്ച് കൊടുക്കാം. അപ്പോൾ ചിക്കനിന് നല്ലപോലെ വെള്ളം ഇറങ്ങി വരും കേട്ടോ. ആ വെള്ളത്തിൽ കിടന്നിട്ട് വേണം ഈ ഒരു ചിക്കനൊക്കെ കുക്കാവാൻ. പിന്നെ എക്സ്ട്രാ വെള്ളം നമ്മൾ ചേർക്കേണ്ട ആവശ്യമില്ല, കാരണം എക്സ്ട്രാ വെള്ളം ചേർത്താൽ ആ ഒരു ടേസ്റ്റ് പോവും. അപ്പോൾ പിന്നെ എക്സ്ട്രാ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ മൊഹബത്ത് കാ ശർബത്ത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വത്തക്ക കട്ട് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ചെറുതായിട്ടുണ്ട് കൈയൊന്ന് മുറിഞ്ഞ്. കാരണം ഈ വലിയ വത്തക്ക ഈ ചെറിയ കത്തി വെച്ച് മുറിച്ചാൽ മുറിയില്ലല്ലോ. ആ ഒരു ബുദ്ധി ഞാൻ ആലോചിക്കണം. പക്ഷേ എൻ്റെ എന്തോ ഒരു മൈൻഡിൽ ഞാൻ ഈ ഒരു കത്തി വെച്ചിട്ട് മുറിച്ചിട്ടോ. പക്ഷേ ഇല്ലെങ്കിലും ഞാൻ ഈ കത്തി വെച്ചിട്ട് മുറിക്കലുണ്ട് വത്തക്ക. പക്ഷേ ഇന്നെന്തോ കൈ മുറിഞ്ഞ്. അങ്ങനെ പിന്നെ വേഗം കത്തി മാറ്റി. കാരണം ഉള്ളോട്ടേക്ക് കുത്തി മുറിഞ്ഞതായതുകൊണ്ട് കൈ നല്ലപോലെ നീറുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ വേഗം അടുത്ത പണി കിട്ടണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് വേഗം കത്തി മാറ്റിയിട്ട് ഒന്ന് മുറിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് വത്തക്ക അങ്ങനെ കൊത്തി എരിയാന്ന് പറയില്ല, നല്ല കുഞ്ഞു കുഞ്ഞു ക്യൂബ്സ് ആക്കിയിട്ട് മിക്സിയിലിട്ടിട്ട് അടിക്കുകയും ചെയ്യരുത്, എന്നാൽ പിന്നെ കട്ട് ചെയ്തതുപോലെ തോന്നും ചെയ്ത്. അത്രയും നല്ല ക്യൂബ്സ് ആക്കിയിട്ട് നല്ല കുഞ്ഞു കുഞ്ഞു ക്യൂബാക്കിയിട്ട് ഒന്ന് വത്തക്ക കട്ട് ചെയ്തെടുക്കണം. അല്ല, ആദ്യമൊക്കെയാണെങ്കിൽ കൈയൊക്കെ അതേപോലെ മുറിഞ്ഞിട്ടുണ്ടെങ്കിൽ കയ്യും വെച്ച് കയ്യും നോക്കി കുറച്ച് നേരം വരെ അങ്ങനെ ഇരിക്കും കേട്ടോ. എൻ്റെ കൈ മുറിഞ്ഞിൽ വേദന ആവണത് അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട്. ഇപ്പോൾ പിന്നെ നമ്മളൊക്കെ വലിയ ആളായില്ലേ, അതുകൊണ്ട് പിന്നെ കൈ മുറിഞ്ഞതൊന്നും മൈൻഡ് ചെയ്യാതെ ഞാൻ വത്തൊക്കെ വീണ്ടും വീണ്ടും കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം കൈ മുറിഞ്ഞത് പറഞ്ഞിട്ട് ഞാനതവിടെ വെച്ച് പോയാൽ വേറെ ആരും വന്ന് എനിക്ക് ചെയ്തു തരാനില്ലല്ലോ, ഞാൻ തന്നെ ചെയ്യണം. അപ്പോൾ പിന്നെ ഞാനതൊന്നും മൈൻഡാക്കാതെ വേഗം വത്തൊക്കെ വേഗം കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ആ വത്തക്കയിലേക്ക് ഞാൻ കുറച്ച് പഞ്ചസാരൊക്കെ ഇട്ട് കൊടുത്തിട്ട് വീണ്ടും കയ്യിൽ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് ഉടച്ച് കൊടുക്കുന്നുണ്ട്. കാരണം വത്തക്ക നല്ലോണം ഉടച്ച് കൊടുക്കുമ്പോഴാട്ടോ ഇതിനെനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ടേസ്റ്റ്. പിന്നെ എന്നാലും പേസ്റ്റ് ആവാനും പാടില്ല, കുറച്ച് കടിക്കാനും കിട്ടണം. പിന്നെ ഇതെനിക്ക് തോന്നുന്നു കറക്റ്റ് മൊഹബത്ത് കാ ശർബത്തിൻ്റെ റെസിപ്പി ഒന്നും ഇല്ലെങ്കിലും ഒരു തട്ടിക്കൂട്ട് വെള്ളമാണ്, പക്ഷെ സംഭവം ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഇനി ഞാൻ നല്ലപോലെ കുത്തി ഉടച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് പാലൊഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് മിൽക്ക് മെയ്ഡ് ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. പക്ഷേ എൻ്റെ കയ്യിൽ മിൽക്ക് മെയ്ഡ് ഇല്ല, അതുകൊണ്ട് ഞാൻ മിൽക്ക് മെയ്ഡ് ഒഴിച്ച് കൊടുത്തിട്ടില്ല. ഉള്ള സാധനമൊക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തു. അതുപോലെ തന്നെ എൻ്റെ കയ്യിൽ കസ്കസും ഇല്ലേനു. അപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് സിയാ സീഡ് ഉണ്ട്. അപ്പോൾ ഞാൻ സിയാ സീഡ് കുറച്ച് വെള്ളത്തിൽ അവിടെ ഇട്ട് വെച്ചിരിക്കണ്, അത് ചേർത്ത് കൊടുക്കാം, കുറച്ച് ഹെൽത്തി ആയിക്കോട്ടെ.
അങ്ങനെ ഇതാ ഞാൻ പാലും ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഇനി നേരെ ഇതിപ്പോൾ ഫ്രീസറിലേക്ക് കയറ്റണം. കുറച്ച് നല്ലപോലെ തണുക്കട്ടെ. ഇതൊക്കെ നല്ല തണുപ്പിൽ കഴിക്കാൻ ഒരു രസമുള്ളൂ കേട്ടോ. അങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചിക്കൻ്റെ ആ ഒരു ഗ്രേവി ഇളക്കി കൊടുക്കുന്നുണ്ടേനു. അല്ലാന്നുണ്ടെങ്കിൽ അടി പിടിക്കും. പ്രത്യേകിച്ച് പുതിയ ചട്ടിയും കൂടിയാണ്, അടി പിടിക്കാനുള്ള ടെൻഡൻസി വളരെ കൂടുതലാണ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് അതിങ്ങനെ ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിപ്പോൾ കണ്ടോ, ചിക്കൻ തന്നെ ഇറങ്ങി വന്നിട്ടുള്ള വെള്ളമാണ്. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ടായിരുന്നു കേട്ടോ ഇതിങ്ങനെ റെഡി ആവുന്ന സമയത്ത്. ഇനിയിപ്പം പിസ്സയിലേക്കുള്ള ചിക്കനും കൂടി ഫ്രൈ ചെയ്യാം. ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടി പാനിലിട്ട സമയത്ത് വല്ലാത്തൊരു പുകമയായിരുന്നു കേട്ടോ. പുകമയും ഒരു സ്മെല്ലൊക്കെ ആയിരുന്നു. കാരണം ഫ്ലെയിം നല്ലോണം കൂട്ടിയിട്ട് നല്ലോണം പാൻ ചൂടായി കിടക്കേനു. അപ്പോൾ അതിലേക്ക് ഡയറക്റ്റ് ചിക്കൻ ഇട്ടപ്പോഴേ നല്ല പുക. പിന്നെ ആ വേഗം ഫ്ലെയിം ഓഫാക്കി ചിക്കൻ ഒന്ന് മിക്സ് ചെയ്ത് ആ പുകയൊക്കെ ഒന്ന് മാറിയതിന് ശേഷം കേട്ടോ വീണ്ടും ഫ്ലെയിം ഓണാക്കിയിട്ടുള്ളത്. ഇനി ഇതൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ചിക്കൻ നല്ലപോലെ ഒന്ന് മൊരിയിച്ചെടുക്കണം. പിന്നെ ഇതാ കറിയും ഇവിടെ ഏകദേശം ചിക്കനൊക്കെ ഒന്ന് കുക്കായിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഞാനൊരു പകുതി നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒന്നെങ്കിൽ നാരങ്ങ പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് തൈരും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരു സ്പൂണോ അല്ലെങ്കിൽ ഒരു ടേബിൾ സ്പൂണോ അല്ലെങ്കിൽ ഒരു അര ടേബിൾ സ്പൂണോ തൈര് ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഒരു പകുതി നാരങ്ങ പിഴിഞ്ഞിട്ട് അതും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് അടച്ചു വെക്കുക. അപ്പോൾ കറി ഇവിടെ സെറ്റായിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റുള്ള കറി കേട്ടോ. ചപ്പാത്തിൻ്റെയും പൊറാട്ടൻ്റെയും നൈസ് പത്തിരിൻ്റെയൊക്കെ കൂടെ അടിപൊളിയാണ്. പ്രത്യേകിച്ച് ഗീ റൈസിൻ്റെ കൂടെ ഒന്നുകൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പം ഇങ്ങനെ കറി ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഉണ്ടാക്കി നോക്കിട്ടോ. അങ്ങനെ അതാ കറി റെഡിയായി. ഇനിയിപ്പം ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടി വെച്ചത് അതും ഏകദേശം സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇനി അതും ഫ്ലെയിം ഓഫാക്കിയിട്ട് നേരെ പിസ്സ ഉണ്ടാക്കുന്നതിലേക്ക് നോക്കാം. പിസ്സ ഞാനൊരു 6 മണി ഒരു 5:55 ആ ഒരു സമയത്താണ് കേട്ടോ ഞാൻ ഓവനിലേക്ക് വെക്കുന്നത്. കാരണം അതാകുമ്പോൾ ഒരു 20-25 മിനിറ്റ്സ് ബേക്ക് ചെയ്തെടുത്താൽ മതി. അതാകുമ്പോൾ കറക്റ്റ് ആവും. മറ്റേത് നമ്മൾ ചീസൊക്കെ വീണ്ടും മെൽട്ടായതൊന്നും കൂടി ഹാർഡാവുമല്ലോ ചൂടൊക്കെ പോയിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഏകദേശം ബാങ്ക് കൊടുക്കുന്ന ടൈം കണക്കാക്കിയിട്ടാണ് കേട്ടോ വെക്കുന്നത്. പിന്നെ അതുമല്ല, എൻ്റെ ചീസിൽ എനിക്ക് ചെറുതായിട്ടൊരു പണി കിട്ടി. ഞാൻ പിസ്സ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത് ഫ്രിഡ്ജിൽ ചീസ് ഉണ്ടല്ലോ എന്നുള്ള ആ ഒരു മൈൻഡിലാണ്. കാരണം എൻ്റെ ഫ്രിഡ്ജിൽ മിക്ക സമയത്തും ചീസ് ഉണ്ടാവലുണ്ട്. കാരണം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ലോട്ട് ഫ്രൈസ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചീസൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്നതാണ്, മൊസറല്ല ചീസ് കേട്ടോ. പിന്നെ എൻ്റെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് അതിൻ്റെ ടോപ്പിലും ജസ്റ്റ് വെച്ച് കൊടുക്കുന്നുണ്ട്. സവാള, പിന്നെ ക്യാപ്സിക്കം, പിന്നെ ചീസ്, ചിക്കൻ, അതൊക്കെ അതിൻ്റെ മുകളിലൊന്ന് സെറ്റാക്കി വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ അതാ ബാക്കി കുറച്ചുകൂടി മാവ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു എയർ ഫ്രയറിലും കൂടി റെഡിയാക്കി എടുക്കാമെന്ന്. ബാക്കി ചിക്കനും ഐറ്റംസും ഒക്കെ ബാക്കി ഉണ്ടായിരുന്നല്ലോ. അങ്ങനെ പിന്നെ എയർ ഫ്രയറിലേക്ക് വേണ്ടിയിട്ട് ഞാൻ എയർ ഫ്രയറിൻ്റെ ഒരു പേപ്പർ ഉണ്ട്, അതിൽ സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ അതിൽ സെറ്റ് ചെയ്തെടുത്തു. പക്ഷെ അത് ചെറുതായിട്ടൊന്ന് ഫ്ലോപ്പായിട്ടോ. കാരണം അത് ഞാൻ ഓവനിൽ വെച്ചത് 180 ഡിഗ്രിയിൽ 25 മിനിറ്റ്സ് ആയിരുന്നു. അത് ഞാൻ അതേപോലെ തന്നെ 180 ഡിഗ്രിയിൽ 25 മിനിറ്റ്സ് വെച്ചു. പക്ഷെ എയർ ഫ്രയറിലാകുമ്പോൾ അത്ര ഹീറ്റിൻ്റെ ആവശ്യമില്ലല്ലോ. എനിക്കൊന്നൊരു 150 അല്ലെങ്കിൽ ഒരു 120 ഒക്കെ വെച്ചാൽ മതിയെന്ന്. പക്ഷെ ഞാൻ എൻ്റെ ഒരു ഇത് ആ സമയത്തുള്ള എന്തോ ഒരു പൊട്ട ബുദ്ധിയിൽ ഞാൻ 180 തന്നെ വെച്ചു. അപ്പോൾ ഈ ഒരു ചിക്കനും പിന്നെ ചീസൊക്കെ നല്ല ഓവർ കുക്ക് ആയിട്ടുണ്ടായിരുന്നു. ചീസ് ഭയങ്കര ഹാർഡായിപ്പോയി, അത്രയും ഹീറ്റ് കിട്ടിയിട്ടേ. പക്ഷെ അതന്നെ ഞാൻ 25 മിനിറ്റ്സ് വെച്ചിട്ടില്ല കേട്ടോ. ജസ്റ്റ് ഒരു 20 മിനിറ്റ്സ് വെച്ചപ്പോൾ തന്നെ ജസ്റ്റ് ഒന്ന് ഓഫാക്കിയിട്ട് തുറന്ന് നോക്കിയപ്പോഴേക്കും തന്നെ ചിക്കനും പിന്നെ ചീസും ഒക്കെ നല്ലപോലെ ഹാർഡായിട്ടുണ്ടായിരുന്നു. പിന്നെ കുഴപ്പമില്ല. പിന്നെ ഞാൻ ഇതിൻ്റെ മുകളിൽ കുറച്ച് ചില്ലി ഫ്ലേക്സ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ദാ നോമ്പ് തുറക്കാനുള്ള ടൈമായി. ഞാനൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിസ്സ കാണാൻ വലിയ ലുക്കില്ലെങ്കിലും കഴിക്കാൻ അടിപൊളി ടേസ്റ്റ് ചെയ്യുന്നു കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ ദാ മുഹബത്ത് കാ സർബത്തും കൂടി എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് കട്ട് ഫ്രൂട്ട്സും കൂടി എടുത്തു വെച്ചിട്ട് കേട്ടോ. പിന്നെ മക്കൾക്ക് പത്തിരി പൂരിയും ചിക്കൻ കറിയും ഉണ്ടായിരുന്നു. അതാണ് ഒരു ഇസാന് മെയിനായിട്ട് അതാട്ടോ കഴിച്ചത്. പിന്നെ പിസ്സ നല്ലോണം കഴിച്ചിട്ടുണ്ട്. എനിക്ക് പിസ്സ ഭയങ്കര ഇഷ്ടമായി. അപ്പം ഇനിയിപ്പം ബാങ്ക് കൊടുക്കാനുള്ള വെയിറ്റിംഗ് ആണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക.